സ്റ്റാർട്ടിങ് കരിയർ എടുത്ത് നോക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ചേട്ടായിസ് എന്ന് പറഞ്ഞ മൂവി പറയാതിരിക്കാൻ വയ്യ. ഇത്രയും ആണുങ്ങളുടെ ഇടയിൽ ഒരു പെൺകുട്ടി, ഞാനും മമ്മിയും മാത്രമേ പെണ്ണായിട്ട് തന്നെയുള്ളൂ. അവിടെ നിൽക്കാൻ തോന്നിയ സെറ്റായിരുന്നു ചേട്ടായിസ് എന്ന് പറയുന്നത്. ഇപ്പൊ മൊത്തം ഈയുടെ വീഡിയോസ് എല്ലാം വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ജിപിയുടെ കല്യാണത്തിന്റെ ലുക്സ് ഒക്കെ കാണുന്നുണ്ട്. സോ ബ്യൂട്ടിഫുൾ. ബെസ്റ്റ് ഫ്രണ്ടിന്റെ കല്യാണം അല്ലായിരുന്നു. ഹൗ ഇസ് ഇറ്റ്? ജാനുവരി ലാസ്റ്റിലേക്കാണ് കല്യാണം വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു. ജനുവരി 28 നല്ല ദിവസമാണ്, അങ്ങ് വെച്ചോളാൻ പറഞ്ഞു. ശരിക്കും ഇനി ഓർക്കാനായിട്ട് ഭാവിയിലേക്ക് ഇതാ ഈ ഒരു ദിവസം കൂടി. അതെ അതെ. ഓ ഹായ് മിയ. ഹായ്. ഹലോ. എന്താണ് വിശേഷം? ആദ്യം തന്നെ ഞാൻ ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ വിഷസോട് കൂടെ സ്റ്റാർട്ട് ചെയ്യട്ടെ. അപ്പൊ ഞാൻ മിയനെ ഞാൻ അന്വേഷിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, മിയയുടെ എന്തായാലും ഒരു ഇന്റർവ്യൂ അല്ലെങ്കിൽ മിയനായിട്ട് ഒരു കോൺവെർസേഷൻ എന്തായാലും ആവശ്യം. കാരണം നമ്മളുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്യുമ്പോ തന്നെ ഒരു ഊർജത്തോടെ കൂടെ ഒരു എനർജറ്റിക് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യണല്ലോ അതിന്. ഇപ്പൊ മൊത്തം മിയയുടെ വീഡിയോസ് എല്ലാം വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ലുക്സ്, ജിപിയുടെ കല്യാണത്തിന്റെ ലുക്സ് ഒക്കെ കാണുന്നുണ്ട്. അപ്പോ അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ലൈക്ക് യു ലുക്ക് സോ ബ്യൂട്ടിഫുൾ. ആ ഒരു ബ്ലൂ സാരിയില് സോ ബ്യൂട്ടിഫുൾ. പിന്നെ ഞാൻ ശ്രദ്ധിച്ച കാര്യങ്ങളാണ് കേട്ടോ. ഒരു റെഡ് ഡ്രസ് ഉണ്ടായിരുന്നു, അതുപോലെ ബ്ലൂ ഡ്രസ് ഉണ്ടായിരുന്നു, അല്ലെ, സാരി ഉണ്ടായിരുന്നു. സോ ഹൗ വാസ് ഇറ്റ്? ജിപിയുടെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ കല്യാണം അല്ലായിരുന്നു. ഹൗ വാസ് ഇറ്റ്? ആക്ച്വലി കുറെ സമയം കിട്ടി. കുറെ മുമ്പ് വെഡിങ്ങിന്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഡേറ്റ്സ് ഒക്കെ ബ്ലോക്ക് ചെയ്യണം, മണിരത്നം വിളിച്ചാലും പോരുത് എന്നൊക്കെ പറഞ്ഞ് വാർണിംഗ് ഒക്കെ തന്നത് 3 ദിവസം നമ്മളെ ഇങ്ങനെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു പുള്ളിയുടെ ഫ്രണ്ട്സിനെ. അപ്പൊ ആക്ച്വലി കുറെ മുമ്പേ നമ്മൾ അറിഞ്ഞു ഡേറ്റ്സും കാര്യങ്ങളൊക്കെ. അപ്പൊ കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദു വെഡിങ്, അപ്പൊ എന്തായാലും ഞാൻ പട്ടുസാരി ഉടുക്കാം എന്ന് തീരുമാനിച്ചു. പട്ടുസാരി ഉടുക്കുക എന്നുള്ളത് ആദ്യമേ ഡിസൈഡ് ചെയ്തു. അപ്പൊ അങ്ങനെ അത് ഡിസൈഡ് ചെയ്തു. പിന്നെ സംഗീതം മറ്റേ ഹൽദി എന്നാ പറയാൻ വന്നത്, ഹൽദിക്ക് ഡാൻസും സംഗീതനും ഈ പറയുന്ന ഡാൻസ് ഒക്കെ ഉണ്ടെന്ന് അറിയാവുന്നതുകൊണ്ട് കംഫർട്ടബിൾ ആയിട്ട് ഡാൻസ് ഒക്കെ കളിക്കാൻ പറ്റുന്ന ഒരു കംഫർട്ടബിൾ വേഷം വേണം എന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഞാൻ കൊച്ചിനെയൊക്കെ ആയിട്ടാ പോകുന്നത്. അപ്പൊ ഈ ഷോളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് പിന്നെ കൊച്ചിനെ എടുക്കണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പൊ ഞാൻ എന്റെ കംഫർട്ടിന് വേണ്ടിയിട്ട് ഞാൻ തന്നെ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ വേണം, ഇങ്ങനെ ചെയ്യാം എന്ന് ആലോചിച്ചുണ്ടാക്കിയതാണ് എന്റെ കംഫർട്ടിന് വേണ്ടി. അപ്പൊ ഞാൻ ഷോള് വേണ്ട അങ്ങനെ ആലോചിച്ചത്. പിന്നെ എന്തായാലും ഡാൻസ് കളിക്കുമ്പോൾ അപ്പൊ ഹെവി അല്ലാത്ത ലൈറ്റ് ആയിട്ടുള്ള എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് നടക്കാനും എന്റെ കൊച്ചിനെ ഹാൻഡിൽ ചെയ്യാനും ഒക്കെ പറ്റുന്ന പോലെ അങ്ങനെ ആലോചിച്ച് സെറ്റ് ചെയ്തതാണ്. അടിപൊളിയായിരുന്നു. എന്റെ സിസ്റ്ററിനൊരു ബുട്ടീക്ക് ഉണ്ട്, അമൈറ ബെഞ്ചിനി. ഓപ്ഷൻ എനിക്ക് ഭയങ്കര എളുപ്പമായിരുന്നു. ഞാൻ ആദ്യമേ പറഞ്ഞു എനിക്കൊരു സാരി വേണം എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ എന്റെ ചേച്ചിയാണ് ആക്ച്വലി ആ സാരി സെലക്ട് ചെയ്തത് കേട്ടോ. ബ്ലൂ ചൂസ് ചെയ്യാത്തൊരു കളറായിരുന്നു. അപ്പൊ എന്റെ ചേച്ചിയും മമ്മിയും കൂടെ എന്നെ പ്രോത്സാഹിപ്പിച്ചു. ഉടുക്ക്, നല്ല നല്ല ബ്ലൂ അല്ലേ, ഉടുക്ക് എന്ന് പറഞ്ഞ അവരെന്നെ പ്രോത്സാഹിപ്പിച്ചു. അപ്പൊ പിന്നെ ഓക്കെ സെറ്റ്. അല്ലേ? അതെ അതെ. നല്ല ഉണ്ടായിരുന്നു മിയ. കാരണം നമ്മള് ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് എന്തോ ജനുവരി മന്ത് കല്യാണ മാസമാണെന്ന് തോന്നുന്നു, ഒരുപാട് ആൾക്കാരുടെ കല്യാണങ്ങളൊക്കെ നമ്മൾ കണ്ടു അല്ലേ? അതെ, സുരേഷ് ചേട്ടന്റെ മോളുടെ കല്യാണം, നമ്മുടെ സ്വാസികയുടെ കല്യാണം. അത് കല്യാണങ്ങൾ മാത്രമല്ല കേട്ടോ. എന്റെ വീട്ടില് ജാനുവരി ലാസ്റ്റ് വീക്ക് എന്ന് പറഞ്ഞ ഫുൾ ബർത്ത്ഡേ മന്ത് ആണ്, ബർത്ത്ഡേ വീക്ക് ആണ് ആക്ച്വലി. 25th സ്റ്റാർട്ട് ചെയ്യും. 25th എന്റെ നീസ് ബർത്ത്ഡേ ആണ്, 27th എന്റെ ബർത്ത്ഡേ ആണ്, 28th എന്റെ ബർത്ത്ഡേ, 30th എന്റെ മമ്മിയുടെ ബർത്ത്ഡേ. അപ്പൊ അങ്ങനെ ഞങ്ങൾ 4 പേരും കൂടെ ഒരുമിച്ച് കേക്കൊക്കെ മുറിച്ച്. അപ്പൊ ജാനുവരി ഭയങ്കര ഇപ്പൊ എന്താ പറയുന്നത്, ഒരു ഹാപ്പനിങ് മന്തായി മാറി ഇപ്പൊ. അതെ അതെ. സത്യത്തില് ഞാൻ മിയയുടെ ബർത്ത്ഡേ ഞാൻ ആദ്യം തന്നെ വിഷ് ചെയ്തത്. ഇപ്രാവശ്യത്തെ ബർത്ത്ഡേക്ക് ഒരുപാട് ആൾക്കാരുടെ ഫോട്ടോസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ലൈക്ക് ആദ്യം തന്നെ ഞാൻ ഫോട്ടോ കാണുന്ന സമയത്ത് അയ്യോ ഇപ്പൊ ആരൊക്കെ, എല്ലാം പരിചയമുള്ള മുഖങ്ങളായിരുന്നു എല്ലാം. അപ്പൊ ഞാൻ ഒരു എന്താ പറയാ, ഒരു ഗ്യാങ് തന്നെ ഉണ്ടല്ലോ എന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കരുത്. എങ്ങനെയായിരുന്നു ബർത്ത്ഡേ സെലിബ്രേഷൻ ഇത്തവണ? അത് ഭയങ്കര ലക്കിലി സംഭവിച്ചതാണ്. എല്ലാ വർഷവും ഇത്രയും ഗ്യാങ്ങും പൂരവും കല്യാണത്തിന് വേണ്ടി അവിടെ ഒത്തുകൂടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു 12 മണി സമയത്താണ് നമ്മളെല്ലാരും തിരിച്ച് പരിപാടി സംഗീതമൊക്കെ കഴിഞ്ഞൊന്ന് തിരിച്ച് വീട്ടില് അവിടെ സ്റ്റേ ചെയ്യുന്നിടത്ത് വന്നത്. അപ്പൊ പെട്ടെന്നാണ് ഇതിന്റെ എല്ലാം മാസ്റ്റർ മൈൻഡ്. ശില്പ വളരെ ഫാസ്റ്റ് ആയിട്ട് നമ്മുടെ ശില്പവാല
അറേഞ്ച് ചെയ്തതാണ്, കേക്ക് ഒക്കെ ഓർഡർ ചെയ്ത് ഗ്യാങ്ങിനെ ഫുൾ എല്ലാരും വിളിച്ചു പറഞ്ഞ് ഇന്ന സമയത്ത് എത്തണം എന്നൊക്കെ പറഞ്ഞ് ഞാനാണെങ്കിൽ ചുമ്മാ ഒരു കച്ചറ വേഷമൊക്കെ ഇട്ട് ഞാൻ അവിടെ നിൽക്കുക. ഭാഗ്യത്തിന് കുളിച്ച, അപ്പൊ അത് കാരണം ഭാഗ്യം. അങ്ങനെ നമ്മളങ്ങനെ ആൾക്കാരൊന്നും പ്രതീക്ഷിച്ച് നിൽക്കല്ലോ. സത്യം പറഞ്ഞാൽ തലയിൽ പോയി, നമ്മളത് ഓർക്കുന്നില്ലല്ലോ. അപ്പോ 30 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബർത്ത്ഡേസ് നമുക്ക് വലിയ താല്പര്യമില്ല, എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ അത് കാരണം വയസ്സായി വരെ തോന്നല്ലേ എവിടെയോ. വേണ്ട, അതില് തൊട്ട് കളിക്കണ്ട അതൊക്കെ. അത് എല്ലാരും കൂടെ ആ ഒരു ഗ്രൂപ്പ് എല്ലാരും കൂടെ വളരെ സർപ്രൈസ് ആയിട്ട് ഓടി കയറി വന്നൊരു കേക്കൊക്കെ മുറിച്ചു. എന്റെ കൊച്ചു പോലും ഉറങ്ങിയിട്ടില്ലായിരുന്നു, അവരും ഈ ബഹളെല്ലാം ഇങ്ങനെ അന്നം വിട്ട് നോക്കി പറഞ്ഞിരിക്കുകയായിരുന്നു. പക്ഷെ എന്തായാലും കാണുമ്പോ എല്ലാ ഫാൻസിനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു, കാരണം നമ്മൾ കാണാൻ ആഗ്രഹിച്ച ഒരുപാട് ആൾക്കാർ അതിലുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും അത് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു അല്ലെ. അപ്പൊ ബെസ്റ്റ് ഫ്രണ്ടിന്റെ കല്യാണവും എന്താ പറയാ, ജനുവരി മന്ത് 2024 സ്റ്റാർട്ട് ചെയ്യുമ്പോ തന്നെ ഒരു നല്ല അടിപൊളിയായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് അല്ലെ. അതെ, ഇനിയിപ്പോ ഞാൻ പറഞ്ഞു പുള്ളിക്ക് ഓർക്കാനും എന്ത് എളുപ്പമാണ്. എന്റെ ബർത്ത്ഡേ പുള്ളിക്ക് വിഷ് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഒന്നുകിൽ ഓർക്കുക, അല്ലെങ്കിൽ വെഡിങ് ആനിവേഴ്സറി ഓർത്ത് കഴിഞ്ഞാലും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓർമ്മ വരുമല്ലോ. ഇനിയിപ്പോ അത് പറഞ്ഞ് കളിക്കാലോ അല്ലെ. ജിപിയും അതുപോലെ തന്നെ വിയും ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുമ്പോ ഇതാണ് ഫ്രണ്ട്ഷിപ്പ്. കല്യാണം അതുപോലെ തന്നെ എന്റെ ബർത്ത്ഡേയും ഇങ്ങനെ വേണം അല്ലെ ഫ്രണ്ട്സ് ആയി കഴിഞ്ഞാൽ. എന്റെ അടുത്ത് ആദ്യമേ കല്യാണത്തിന്റെ ഡേറ്റ് പറയുമ്പോഴത്തേക്കും എന്നോട് പറഞ്ഞു ജാനുവരി ലാസ്റ്റിലേക്കാണ് കല്യാണം വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ജനുവരി 28 നല്ല ദിവസമാണ്, അങ്ങ് വെച്ചോളാൻ പറഞ്ഞു. നല്ല മുഹൂർത്തൊക്കെ എനിക്ക് കാണുമ്പോ അല്ലേ. ജനുവരി 28 പറഞ്ഞു. അപ്പഴാ പറയുന്നത് ആടാ ജനുവരി 28 ശരിക്കും. പക്ഷെ പറഞ്ഞ ആദ്യമേ ആ ഡേറ്റ് പൊട്ടിച്ചില്ല. എന്തെന്നാണ് പുള്ളി പറഞ്ഞത്, പക്ഷെ ഞാൻ അങ്ങോട്ട് പറഞ്ഞപ്പോഴാണ് പുള്ളി ഇങ്ങോട്ട് പറയുന്നത് ജനുവരി ആടാ അന്ന് തന്നെയാ കല്യാണം എന്നുള്ളത്. അപ്പൊ അപ്പൊ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ലല്ലോ അല്ലെ. രണ്ടും കൂടെ ഒരുമിച്ചായപ്പോ സന്തോഷായി. ഇനി ഓർക്കാനായിട്ട് ഭാവിയിലേക്ക് ഇതാ ഈ ഒരു ദിവസം കൂടി. അതെ പറയൂ, പുതിയ വിശേഷങ്ങൾ എന്താ? വിശേഷം തലവൻ എന്ന് പറയുന്ന ഒരു സിനിമയാ ഉടനെ തന്നെ റിലീസ് ആവാനുള്ളത്. അതിന്റെ റിലീസ് ആവുന്നുണ്ട്. നമ്മുടെ ജോയിയാണ് അതിന്റെ ഡയറക്ടർ. മറ്റേ വിജയ സൂപ്പറും പൗർണമിയും അറിയാവുന്നതാണ്. അതെ ചേട്ടന്റെ ഡയറക്ട് ചെയ്ത ഫിലിം ബിജു മേനോൻ ആൻഡ് ആസിഫ് അലി കോംബോയാണ് സിനിമയിലുള്ളത്. അപ്പൊ അതിനാണ് പേര്. നാളെ ആവുന്നുണ്ട്, ഉടനെ തന്നെ റിലീസും ഉണ്ട്. അതാണ് സിനിമ റിലീസ് ആവാനുള്ളത്. പിന്നെ ഒരു വേണ്ടിയിട്ട് ഒരു സീരീസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് മാർച്ചിൽ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു റിലീസ്. ഓക്കെ. നമ്മൾ തമിഴിലോട്ടുള്ള ഒരു വരവ് ഒരുപാട് ആൾക്കാർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ എന്നാണ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട്. സോ വാട്ട് ഡു യു വാണ്ട് ടു സേ അബൌട്ട് ദാറ്റ്? കുറച്ച് നാൾ മുമ്പ് ഞാനൊരു ഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നു, ദി റോഡ് എന്ന് പറയുന്നത്. തൃഷ ലീഡ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ കുറച്ച് പിക്ചേഴ്സ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു റോഡിന്റെ. യെസ്. ലൂക്കായ്ക്ക് 1 year ഒക്കെ ആയിരുന്ന ഒരു സമയത്ത് ചെയ്തതായിരുന്നു. റിലീസ് കുറച്ച് റിലീസായി ഒരു 8-9 മാസം ഒക്കെ കഴിഞ്ഞിട്ടാണ് അവര് റിലീസിലേക്കൊക്കെ വന്നത്. അപ്പോ അതായിരുന്നു ലാസ്റ്റ് തമിഴിലെ ഫിലിം. ഇപ്പം അറ്റ് പ്രസന്റ് ഒന്നും റിലീസ് ആവാനായിട്ടില്ല, ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പം മലയാളത്തിന് വേണ്ടിയിട്ടാണ്, റിലീസിന് വേണ്ടിയിട്ടാണ് വെയിറ്റിംഗ്. ഞാന് മിയയുടെ സ്റ്റാർട്ടിങ് എടുത്ത് നോക്കുവാണെങ്കിൽ, സ്റ്റാർട്ടിങ് കരിയർ എടുത്ത് നോക്കുവാണെങ്കിൽ ഡെഫിനറ്റ്ലി ചേട്ടായിസ് എന്ന് പറഞ്ഞ മൂവി പറയാതിരിക്കാൻ വയ്യ. അത്രയ്ക്ക് അതിമനോഹരമായിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു. അപ്പോ എനിക്ക് ചോദിക്കാനുള്ളത്, ഇത്രയും ആണുങ്ങളുടെ ഇടയിൽ ഒരു പെൺകുട്ടി അത്രയും സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളുടെ മുന്നിലായിരുന്നല്ലോ. ലൈക്ക് ഇവരുടെ ഒക്കെ ഇടയിലുള്ള സമയത്തുണ്ടായിരുന്ന അത് കഴിഞ്ഞിട്ടുള്ള ഇന്റർവ്യൂസിലായാലും സ്റ്റാർട്ടിങ് ഇനീഷ്യൽ സ്റ്റേജിൽ ഞാൻ കണ്ടിട്ടുണ്ട് ചേട്ടായിസ് ഫെയിം മിയ ജോർജ്, ചേട്ടായിസ് ഫെയിം മിയ ജോർജ്. അതില് ആ ഒരു സമയത്ത് എത്ര പ്രായം ഉണ്ടായിരുന്നു ചേട്ടായിസ് ചെയ്യുന്ന സമയത്ത്? 3rd year പഠിക്കുക. ഓ, അപ്പൊ ചെറിയ കുട്ടിയായിരുന്നു. ഡിഗ്രി 3rd year പഠിക്കുമ്പോ എന്താ പ്രായം? ഓക്കെ, 10-20 വയസ്സ് മാക്സിമം പോയി കഴിഞ്ഞാൽ. അതെ.
അപ്പം ആ ഒരു സമയത്ത് എന്തായിരുന്നു അതിന്റെ ഒരു പെർഫോമൻസ് ആയാലും ഇപ്പൊ കണ്ടിട്ട് ഇങ്ങനെ നിന്നു പോയിട്ടുണ്ടോ? വിജു ചേട്ടന്റെ ആയാലും അതുപോലെ തന്നെ ലാൽ ചേട്ടന്റെ ആയാലും എങ്ങനെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? ആ എക്സ്പീരിയൻസ് നല്ലതായിരുന്നു, എനിക്ക് ഇഷ്ടമായിരുന്നു. ഈ പറഞ്ഞ പോലെ നമ്മൾ നേരത്തെ ഇറങ്ങി ഓടാൻ തോന്നിയ സെറ്റ് എന്ന് പറഞ്ഞില്ലേ, അത് നേരെ വിപരീതമായിട്ട് അവിടെ നിൽക്കാൻ. കാരണം ആ ലൊക്കേഷനിൽ ഞാനും മമ്മിയും മാത്രമേ പെണ്ണായിട്ട് തന്നെയുള്ളൂ. വേറെ ആരും ഉണ്ടായിരുന്നില്ല, വേറെ ലേഡീസ് അധികം ഉണ്ടായിരുന്നില്ല. ഫ്ലാറ്റിലെ സീക്വൻസ് മുഴുവനും ഞാൻ മാത്രമേ ഒരു നടി, ഒരു ആർട്ടിസ്റ്റ് പെണ്ണായിട്ടുള്ളൂ. ബാക്കിയുള്ളതെല്ലാം നമ്മുടെ ചേട്ടൻ. അപ്പൊ അത് കാരണം എന്താ പറയുന്നത്, അവർക്കാണെങ്കിലും ഏജ് കൊണ്ട് ഭയങ്കര വ്യത്യാസമല്ലേ. അപ്പൊ അവർക്കൊക്കെ ആണെങ്കിലും ഞാനൊരു അനിയത്തിക്കുട്ടി പെങ്ങളുകുട്ടി ഒരു ഫീലിംഗ് ആണ് ഉള്ളത്. അപ്പൊ അവരൊക്കെ എന്തെങ്കിലുമൊക്കെ കേക്കോ കാര്യങ്ങളോ ഒക്കെ മേടിച്ചു തരുവോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ എപ്പോഴും ഒരു നല്ലൊരു രീതിയിലുള്ള ഒരു ട്രീറ്റ്മെന്റ് ആയിരുന്നു. അപ്പൊ ചേട്ടായി അവിടെ നിക്കാൻ തോന്നിയ സെറ്റായിരുന്നു. ഓടിപ്പോകുന്നതിന്റെ ഓപ്പോസിറ്റ് അവിടെ നിക്കാൻ തോന്നിയ സെറ്റായിരുന്നു ചേട്ടായിസ് എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് കുറെ നല്ല മൊമെന്റ്സ് ഉണ്ടായിരുന്നു. അതിൽ ഒരെണ്ണം ഓർക്കുന്നുണ്ട്, മറ്റേ ലാലേട്ടൻ എന്നെ ചീത്ത വിളിക്കുന്ന ഒരു സീനുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാല് ലാലേട്ടനുമായിട്ട് നമ്മളിങ്ങനെ കുറെ ചിരിച്ചു കളിച്ച് കുറെ അപ്പത്തേക്ക് നമ്മൾ കുറെ ദിവസമായിട്ട് ഒന്നിച്ച് ഷൂട്ട് ചെയ്യുന്നു, ചിരിച്ചു കളിച്ച് വർത്താനൊക്കെ പറയുന്നു, അങ്ങനത്തെ കാര്യങ്ങളായിട്ട് പോയിട്ട് പുള്ളി എന്റെ മുഖത്ത് നോക്കി എന്നെ ചീത്ത വിളിക്കുമ്പോ എനിക്ക് ചിരിയായിരുന്നു വരുന്നത്. എനിക്കറിഞ്ഞൂടെ ആ സത്യമായിട്ടും എനിക്ക് എന്റെ ചേട്ടൻ എന്റെ മുഖത്ത് നോക്കി ഇങ്ങനെ ഇതെന്തേത് എന്നുള്ളൊരു മട്ടിലായിരുന്നു ഞാൻ. എനിക്ക് അങ്ങനെ കുറെ രസമുള്ള എന്താ പറയുന്നത്, പുള്ളി ആള് നല്ല സീരിയസ് ആയിട്ട് നല്ല ചീത്ത വിളിക്കുക, പക്ഷെ എനിക്ക് ചീത്ത അതേപോലെ ക്യാരക്ടർ ആയിരുന്നു അല്ലെ, നല്ലൊരു ബോൾഡ് ക്യാരക്ടർ ആയിരുന്നു. നല്ലൊരു ഇതായിരുന്നു. ആ സിനിമ ചെയ്യാൻ എനിക്ക് എന്റെ കോളേജിലെ ടൂർ മിസ്സായത്. ടൂറിന് പോകാൻ പറ്റിയില്ല. കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കാണുന്നത്, എനിക്ക് ടൂർ പോകാൻ പറ്റിയില്ല. ഞാൻ സിനിമയ്ക്ക് എന്നെ സെലക്ട് ചെയ്ത് കേട്ടോ. അപ്പൊ എന്നെ വീട്ടിൽ വന്ന് കണ്ടു, ഇങ്ങനെ സംസാരിച്ചു, ഈ കൊച്ചു ഓക്കെ ആണെന്നൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ഷൂട്ടിന്റെ ഡേറ്റ് ഇവർ തീരുമാനിച്ച് അറിയിച്ചു കഴിഞ്ഞപ്പോ ആ ദിവസം എനിക്ക് കോളേജിൽ നിന്ന് ടൂറാണ്. അപ്പൊ ഞാൻ 10th ലും 12th ലും ടൂർ ഒന്നും ഞാൻ പോയിട്ടില്ല. അപ്പൊ ഞാൻ ഈ കോളേജിലെ ടൂർ ഉറപ്പായിട്ടും ഞാൻ പോയിരിക്കുന്നു, എന്തായാലും പോണെന്ന് വെച്ചിട്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഇത് പറഞ്ഞത്. അപ്പൊ ഞാൻ പുള്ളിനെ മമ്മി പറഞ്ഞു അവൾക്ക് ടൂർ പോണം എന്നാ പറയുന്നത്. അയ്യോ ടൂർ നമുക്ക് പിന്നെയും പോവാലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. എന്നിട്ട് എന്നാ നീ തന്നെ പറ എന്നൊക്കെ പറഞ്ഞു. ഞാൻ 10ലും +2 ലും ഒന്നും ടൂർ പോയില്ല, എനിക്ക് ടൂർ പോണം എന്നൊക്കെ ഞാൻ പറയാം. എന്നിട്ട് പാവം ഡയറക്ടർ ഷാജൂൺ സാറ് കുഴപ്പമില്ല മോള് ടൂർ പോയിക്കോ, എന്നാണ് തിരിച്ചു വരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ ടൂർ അനുസരിച്ച് ഷൂട്ട് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. ഒരു 3 ദിവസം, ആദ്യത്തെ 3 ദിവസം എനിക്ക് ഷൂട്ട് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ മാനേജ് ചെയ്ത് വെച്ചു. പക്ഷേ ചില പ്രത്യേക കാരണങ്ങളാൽ ടൂർ 2-3 പോയി. പിന്നെ ഞാൻ എങ്ങനെയാണ് സാറിനോട് പറയുന്നത്, എന്റെ ടൂർ മാറ്റി വെച്ച് വീണ്ടും ഷൂട്ട് മാറ്റി വെക്കാൻ പറയുന്നത് ശരി ഒരു പ്രാവശ്യം ചെയ്തല്ലോ. അപ്പൊ അത് കാരണം പിന്നെ ഞാൻ എങ്ങനെയാ അങ്ങനെ ചെയ്യുന്നതെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇപ്പൊ ടൂർ പോയിട്ടില്ല. നിങ്ങൾക്ക് അറിയോ, പോയില്ല, കോളേജിൽ നിന്നും പോയില്ല, ഒന്നും പോയില്ല. പക്ഷെ അങ്ങനെ ഒരു നഷ്ടബോധം എന്നൊന്നും പറയാനില്ല. നല്ലൊരു കാര്യമാണ് ചേട്ടായിസ് എന്ന് പറയുന്ന ഒരു സിനിമയാണ് അതിന് അപ്പുറത്ത്. അതുകൊണ്ട് നഷ്ടബോധമൊന്നും ഇല്ല. പക്ഷെ എന്നാലും അവര് എഫേർട്ട് എടുത്തു. ഒരു ന്യൂ കമർ ആയിട്ടുള്ള എനിക്ക് വേണ്ടിട്ട് ഒരു 3 ദിവസം ഷൂട്ടൊക്കെ അവര് ഇത് മാറ്റി വെക്കാൻ, അങ്ങനെയുള്ളവരെ ഞാൻ സഫർ ചെയ്യിപ്പിക്കാനും പാടില്ലല്ലോ. അത് കാരണം പിന്നെ ടൂർ പോയില്ല, ഷൂട്ടിന് പോയി. അത്രയും നല്ല ചേട്ടായിമാരെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാക്കി. ഞാൻ ചെറുതായിട്ട് ഒരു റാപ്പിഡ് ഫയർ ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. ഓക്കെ, ജസ്റ്റ് ഇത് ഒക്കെ മേക്ക് അറിയാവുന്ന, മേക്ക് ടപ്പേ എന്ന് പറയാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്, ആൻസേഴ്സ് ആണ്. ജസ്റ്റ് ഞാൻ പറഞ്ഞാൽ മതി. ചെറുതായിട്ട് എല്ലാവർക്കും മിയനെ കുറിച്ചൊരു ബ്രീഫ് ചെയ്ത് നമ്മൾ മനസ്സിലാക്കി കൊടുക്കാം. ഓക്കെ, ഫുൾ നെയിം, ഒറിജിനൽ നെയിം ജിമ്മി ജോർജ്. ഓൾ റൈറ്റ്. ഏജ് എത്രയാണ്? 32. ഓൾ റൈറ്റ്. ഫസ്റ്റ് ഷോട്ട് ഇൻ യുവർ മൂവി ഓർമ്മയുണ്ടോ? ഫസ്റ്റ് ഷോട്ട് മൂവി ആവാം, ഫസ്റ്റ് ഷോട്ട് ഇൻ യുവർ ക്യാമറ, ഇൻ ഫ്രണ്ട് ഓഫ് ദ ക്യാമറ. അൽഫോൻസാമ്മ എന്ന് പറഞ്ഞ സീരിയലില് മാതാവായിട്ട് ഒരു പ്രേയർ ആയിരുന്നു ഞാൻ പറഞ്ഞത്. ഫസ്റ്റ് ഷോട്ട്. ഒരുപാട് ആൾക്കാർക്ക് അറിയാത്തൊരു കാര്യമുണ്ട്, ആ മാതാവ്
നമ്മളെല്ലാവരും ആ ഒരു സമയത്ത് ആ സീരിയലൊക്കെ വരുന്ന സമയത്ത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, നമ്മൾ വീട്ടിലിരുന്നിട്ട് അയ്യോ ലൈക്ക് ആ ഒരു സീൻസ് ഒക്കെ അവർ കാണിക്കുമ്പോ ആ ഒരു എന്താ പറയാ, നമ്മൾ കഥയിലേക്ക് ഇങ്ങനെ ഇറങ്ങി പോകുമ്പോ ലാസ്റ്റ് വരുന്ന ഒരു മാതാവ് അത് ആരാണ് എന്നുള്ളത്, അതിന്റെ ഒരു ചോദ്യം നീയാണ്. അതെല്ലാവർക്കും അറിയാം, പക്ഷെ എന്നാലും ഞാൻ വീണ്ടും പറയാണ്. ഓൾ റൈറ്റ്, ഇപ്പൊ ഫെബ്രുവരി മന്ത് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ ഫെബ്രുവരി ഫസ്റ്റ് എന്ന് പറയുമ്പോ ഫെബ്രുവരി മാസത്തിന്റെ പ്രത്യേകത അറിയാലോ, എന്താണ്? ലവ് മാസമാണല്ലോ, മന്ത് ആണല്ലോ വരുന്നത്. അപ്പൊ ഏതെങ്കിലും ഒരു എന്താ പറയാ ഒരു സെലിബ്രിറ്റി ക്രഷ്, ആദ്യത്തെ സെലിബ്രിറ്റി ക്രഷ് ആരായിരുന്നു? എനിക്ക് രൺബീർ കപൂറിനെ കാണാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഫസ്റ്റ് സെലിബ്രിറ്റി ക്രഷ് അല്ലേ? ക്രഷിന്റെ ഒക്കെ മീനിങ് മനസ്സിലായി വന്നപ്പോ രൺബീർ കപൂർ ആയിരുന്നു വലിയ സംഭവമായിട്ട് ഉണ്ടായിരുന്നത്. അപ്പൊ അതിന്റെ മീനിങ് കണ്ടുപിടിക്കാൻ ചെറുതായിട്ട് സമയം പിടിച്ചു. അതെ, ഹാപ്പിയസ്റ്റ് മൊമെന്റ് എന്തോ ഭയങ്കര ഇഷ്ടമായിരുന്നു. ആർക്കും ഇഷ്ടമില്ലാത്ത അല്ലെ? ഈ പറയുന്ന ആൾക്കാർക്ക് നമ്മൾ നോർമലി കേൾക്കുന്നത് ഷാറുഖ് ഖാൻ, ഋതിക് റോഷൻ, അതുപോലെ തന്നെ ആരാണ് ഇപ്പൊ രൺബീർ കപൂർ, രൺവീർ സിംഗ്, ഇവരൊക്കെയാണ് വേണ്ടി. മലയാളത്തിൽ ആരായിരുന്നു? മലയാളത്തില് ക്രഷ് എന്ന് പറയാൻ പറ്റില്ല, ഇഷ്ടം. ഓക്കെ ഓക്കെ, യാ ഗോ ഫോർ ഇറ്റ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഇഷ്ടങ്ങൾ ഇങ്ങനെ ചെറിയ പ്രായത്തിൽ ഇങ്ങനെ മാറി മാറി വരികയായിരുന്നു. ഇപ്പൊ ഇന്ന് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഈ പുള്ളീനെയാണ്, അപ്പം അറിയത്തില്ല പേര്, ഈ പുള്ളീനെ മമ്മിയൊക്കെ പറഞ്ഞാണ് ഈ പുള്ളീനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറയാം, അത് സുരേഷ് ഗോപി ആയിരിക്കും. അടുത്ത ദിവസം മലയാള സിനിമയാണ് കാണുന്നതെങ്കിൽ ഈ പുള്ളിയാണ് സൂപ്പർ. അങ്ങനെ ഓരോ സിനിമ മാറുമായിരുന്നു. ചെറിയ പ്രായത്തില് കുഞ്ഞായിരുന്നപ്പോ LP ക്ലാസ് പഠിക്കുമ്പോ ഇതാരാ ഇത് സൂപ്പറാ, ഇത് കൊള്ളാം എന്നൊക്കെ. പക്ഷെ കോൺസ്റ്റന്റ് ആ ഒരു കൺസിസ്റ്റൻസി സൂക്ഷിച്ചത് എപ്പോഴും മമ്മൂക്ക, മോഹൻലാൽ നമ്മുടെ ഇതിലൂടെ തന്നെ. അതെ, മിയ പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്, അപർണ ബാലമുരളി എവിടെയോ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു, ലൈക്ക് ഫുഡ് കഴിക്കുന്ന സമയത്ത് ചാക്കോച്ചിന്റെ മൂവീസ് കാണാണ്ട് ഫുഡ് കഴിക്കില്ല എന്നുള്ളത്. അങ്ങനത്തെ ഏതെങ്കിലും ആൾക്കാരുണ്ടായിട്ടുണ്ടോ മിയക്ക്? ഇല്ല, അങ്ങനെ ഇല്ല. പക്ഷെ TV കണ്ടുകൊണ്ട് ഫുഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഇപ്പോഴും ഭയങ്കര ഇഷ്ടമാണ്. TV കണ്ടുകൊണ്ട് ഫുഡ് കഴിക്കുമ്പോ എനിക്ക് സോങ്സ് ഒന്നുമല്ല, എനിക്ക് കോമഡി സീൻസ് കണ്ടുകൊണ്ട് ഭക്ഷണം കഴിക്കാനാണ് ഇഷ്ടം. എല്ലാവർക്കും അങ്ങനെ ഇഷ്ടമാണല്ലേ? യെസ് യെസ്, ഞാൻ വിചാരിച്ചു എനിക്ക് മാത്രമുള്ള ഒരു പ്രശ്നമാണെന്നല്ല. ഓക്കെ, എപ്പോഴും മിയ എന്താ പറയാ ചെറിഷ് ചെയ്യുന്ന, അല്ലെങ്കിൽ എപ്പോഴും ഒരു മൊമെന്റ് ചെറിഷ് ചെയ്യുന്നത് എന്തായിരിക്കും? പെട്ടെന്ന് റാപ്പിഡ് ആയിട്ട് മനസ്സിലോട്ട് വരുന്നത് എന്തായിരിക്കും? ഇപ്പം പെട്ടെന്ന് ഓർമ്മ വരുന്നത് കൊച്ചിനെ റിലേറ്റ് ചെയ്ത കാര്യം തന്നെയാണ്. എന്റെ കൊച്ചിന് ഉമ്മ തരാൻ ഭയങ്കര മടിയാണ്. വളരെ കുറച്ച് ചില പിള്ളേരൊക്കെ ഇങ്ങനെയില്ല, ചുമ്മാ വന്ന് ഉമ്മ തരുന്ന അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല അവന് ചിലപ്പോഴേ അവന് അങ്ങനത്തെ ഒരു ഇത് കാണിക്കുള്ളൂ. അവന് മനസ്സിൽ തോന്നിയാൽ മാത്രമേ ആ ഉമ്മ തരുന്ന പരിപാടി ചെയ്യുള്ളൂ. അപ്പൊ ചിലപ്പം നമ്മളിങ്ങനെ വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോഴൊക്കെ ആയിരിക്കും തന്നെ ഇങ്ങ് വന്ന് കെട്ടിപ്പിടിച്ചിട്ട് ഒരു ഉമ്മ തരും. അതാണ് ഭയങ്കര കൊടുക്കുന്ന ഒരാളല്ല. അപ്പൊ അവന്റെ ഉള്ളിൽ എന്തോ ഒരു എക്സ്ട്രാ ഇഷ്ടം തോന്നിയത് കൊണ്ട് മാത്രമാണ് അവൻ ആ ഉമ്മ തരുന്നത്. അപ്പൊ അത് കിട്ടുമ്പോ നമുക്കൊരു ഭയങ്കര സന്തോഷം. ഞാനൊരു വീഡിയോ എടുക്കണം, ഫോട്ടോ എടുക്കണം എന്നൊക്കെ വിചാരിക്കും. പക്ഷെ അപ്പൊ അത് പോയി ആ മൊമെന്റ്. നമ്മൾ ഫോൺ എടുത്ത് ലോക്ക് മാറ്റി നമ്മൾ ക്യാമറ ഒക്കെ എടുത്ത് വരുമ്പോഴത്തേക്കും അത് പോവും. പക്ഷെ അപ്പൊ ഞാൻ പിന്നെ വിചാരിച്ചു അതിപ്പോ നമ്മള് മാനസികമായിട്ട് എൻജോയ് ചെയ്യാനുള്ള കാര്യമല്ലേ. അപ്പൊ എനിക്ക് ഓർമ്മയില്ലെങ്കിലും എനിക്ക് ഓർമ്മയുണ്ടായാൽ മതിയല്ലോ എന്ന് വിചാരിച്ച് ഞാനിങ്ങനെ സമാധാനം. തീർച്ചയായിട്ടും അത് എപ്പോഴും എല്ലാ അമ്മമാർക്കും ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും അല്ലെ? എനിവേസ്, എപ്പോഴും കേൾക്കുന്ന ഒരു ചോദ്യം ഏതായിരിക്കും? ഇപ്പോഴും എപ്പൊ നോക്കിയാലും എവിടെ പോയാലും ഇതിന് കേട്ടോണ്ടിരിക്കണം, അങ്ങനെ ഒരു ചോദ്യം ഉണ്ടോ? അങ്ങനെ ഒരു ചോദ്യം ഉണ്ടോന്ന് ചോദിച്ചാൽ പലതരത്തിൽ ചോദിക്കും ആൾക്കാര്. ചിലര് ഇനി സിനിമ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ഇനി സിനിമ പടം ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ചിലര് രീതിയിൽ ചോദിക്കും. ഇനി ഏതാ റിലീസിനുള്ള, ഇനി എന്താ അങ്ങനെ ഏത് സിനിമയാ ഉള്ളതെന്നൊക്കെ. ചിലര് നെഗറ്റീവ് സെൻസിലും ചോദിക്കും, ഇപ്പൊ പടമൊന്നുമില്ലേ, അങ്ങനെയും ചോദിക്കും. അപ്പം ഒരേ ചോദ്യം രണ്ട് രീതിയിലും പൊതുവെ ആൾക്കാർ സിനിമാക്കാര് കേൾക്കുന്ന ഒരു ആക്ടേഴ്സ് കേൾക്കുന്ന ഒരു കാര്യമാണ് സിനിമ ഇല്ലേ, ഒരു സിനിമ കഴിഞ്ഞ് വീട്ടിൽ വന്നുള്ള നെക്സ്റ്റ് ചോദ്യം അതായിരിക്കും കേട്ടിട്ടുണ്ട്. ശരിയാണല്ലേ?
ചോദ്യം ഒന്ന് തന്നെ, പക്ഷെ അതിന്റെ 2 വേർഷൻ, ഒന്ന് പോസിറ്റീവ് വേർഷനും ഒന്ന് ഒരു നെഗറ്റീവ് സെൻസിലുള്ള ഒരു ചോദ്യം. ഇനി എന്തായാലും നമ്മള് ഫെബ്രുവരി മാസത്തിന്റെ കാര്യം പറഞ്ഞല്ലോ, വാലന്റൈൻസ് ഡേയുടെ കാര്യം പറഞ്ഞല്ലോ. അപ്പൊ കല്യാണത്തിന് മുന്നും കല്യാണത്തിന് ശേഷമുള്ള വാലന്റൈൻസ് ഡേയുടെ ഒരു ഡിഫറൻസ് എന്താണ്? എനിക്ക് വിഷ് ചെയ്യാൻ കല്യാണത്തിന് മുന്നേ വാലന്റൈൻസ് ഡേ ആഘോഷിച്ചിട്ടില്ല എന്നായിരിക്കും പറയാൻ പോകുന്നത്. ആഘോഷിച്ചിട്ടില്ല. ഇല്ല ഇല്ല, ആഘോഷിച്ചിട്ടില്ല ശരിക്കും. ശരിക്കും. ഓ, ഇത് സർപ്രൈസ്. ഇപ്പോഴും ഇല്ല. അങ്ങനെ വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ആയിട്ട് അങ്ങനെ പ്രത്യേകിച്ചൊന്നും കല്യാണം കഴിഞ്ഞിട്ടും അങ്ങനെ സംഭവിച്ചിട്ടില്ല. ആക്ച്വലി കല്യാണം ഒരാളോട് നമുക്ക് പറയാൻ ഒരാള് കിട്ടി എന്ന് വേണമെങ്കിൽ വെക്കാം. കെട്ടിയവനോടാണെങ്കിലും നമുക്ക് പറയാലോ ഹാപ്പി വാലന്റൈൻസ് ഡേ എന്ന് പറയാനൊരു കാര്യം അല്ലേ. അപ്പൊ വിഷ് ചെയ്യും. ഫെബ്രുവരി 14 വരുമ്പോഴത്തേക്ക് അങ്ങനെ വിഷ് ചെയ്യും. പക്ഷെ കല്യാണത്തിന് മുമ്പ് ഒരു 6 മാസം ടൈം ഉണ്ടായിരുന്നു. ഞങ്ങള് എനിക്കും ഹസ്ബൻഡിനും 6 months ടൈം ഉണ്ടായിരുന്നു കണ്ടതിന് ശേഷം. പക്ഷേ ഫെബ്രുവരിയിൽ അല്ല ഞങ്ങൾ കണ്ടത്, ഞങ്ങൾ മാർച്ചിലാണ് കണ്ടത്. അപ്പൊ ആ ഫെബ്രുവരി ടൈം പോലും കിട്ടിയില്ല. ഒരു ബാച്ചിലർ ആയിട്ട് വാലന്റൈൻസ് ഡേ ആഘോഷിക്കാൻ പറ്റിയിട്ടില്ല. കൂടുതൽ പുതുമയുള്ള വീഡിയോകൾക്കായി റേഡിയോ സിറ്റി മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ.